അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് എറണാകുളത്തേക്ക് പോകുന്നു. അവിടെ അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കും. എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരു വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് എറണാകുളത്ത് സൗത്തിൽ നിന്ന് യാത്ര ആരംഭിക്കും. ഇപ്പോൾ സൗത്ത് സ്റ്റേഷനിൽ മന്ത്രിയുണ്ട്, ഒപ്പം ഗവർണറുണ്ട്, നമ്മുടെ പ്രതിനിധി ലേബി സജീന്ദ്രനും അർജുൻ മട്ടന്നൂരുമുണ്ട്. ലേബി, ഒരുക്കങ്ങളെല്ലാം കൃത്യമായി തന്നെ നടന്നു. എനിക്കൊരു 3 മിനിറ്റിനുള്ളിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കും. നമ്മൾക്കടക്കം എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ യാത്ര ചെയ്യാനുള്ള പാസും അനുവദിച്ചിട്ടുണ്ട്. മന്ത്രി സുരേഷ് ഗോപി യാത്ര ചെയ്യുന്നുണ്ട്. ഗവർണർ ഇപ്പോൾ സൗത്ത് സ്റ്റേഷനിലുണ്ടോ? ഡോക്ടർ അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് തൊട്ടടുത്ത് കാണുന്നുണ്ടല്ലോ, നമ്മുടെ കുതിക്കാൻ തയ്യാറായി നിൽക്കുന്ന വന്ദേ ഭാരത്. 8:28 വാരണാസിയിൽ നിന്ന് പ്രധാനമന്ത്രി ഓൺലൈനായിട്ടാണ് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുക. ഇപ്പോൾ ഇവിടുത്തെ ചടങ്ങെല്ലാം, എനിക്ക് ഇടതുവശത്ത് കാണുന്ന പന്തലിൽ ചടങ്ങെല്ലാം പൂർത്തിയായി. അതിനുശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്ദേ ഭാരതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ അർജുൻ മട്ടന്നൂർ അടക്കമുള്ളവരൊക്കെ അതിനകത്തുണ്ട്. ഏതായാലും ബാംഗ്ലൂരിലെ മലയാളി സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ വലിയ രീതിയിൽ ആഹ്ലാദപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് കാര്യം. 630 കിലോമീറ്റർ ദൂരം കേവലം 8 മണിക്കൂർ കൊണ്ട് ഇന്നു മുതൽ താണ്ടാനാകും. ഇന്ന് ഈ കുതിപ്പ് ബാംഗ്ലൂർ മലയാളി സമൂഹത്തിന് വലിയ സന്തോഷം പകരുന്ന വാർത്ത തന്നെയാണ്. ഇവിടെ നിന്ന് 8:28 പ്രധാനമന്ത്രി വാരണാസിയിൽ നിന്ന് വെർച്വലായി ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യും. അതോടുകൂടി ഇതിന്റെ കുതിപ്പ് തുടങ്ങും. ഞായറാഴ്ച മുതൽ യാത്രക്കാർക്ക് ഇനി മുതൽ അങ്ങോട്ട് പോകാനാകും എന്നാണ് സൂചന. യാത്രക്കാർക്ക് ടിക്കറ്റ് അന്ന് മുതൽ ലഭിക്കുമെന്നും കരുതുന്നു. ഏതായാലും ഇവിടെ ഉള്ള ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരും ഒപ്പം തന്നെ സംസ്ഥാന മന്ത്രിമാരും എല്ലാം ഉൾപ്പെട്ട ചടങ്ങായിരുന്നു. ആ ചടങ്ങിന് ശേഷമാണ് ഇപ്പോൾ വന്ദേ ഭാരതിനകത്തേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കയറിയിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ മലയാളി സമൂഹത്തിന്, ബാംഗ്ലൂരിൽ ധാരാളം മലയാളികളുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായും അവർ ബസ്സിനെ സർവീസിലേക്ക് ആശ്രയിക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ആ മലയാളികൾക്ക് അതേ ഡോക്ടർ, ഞാൻ കുറച്ചു മുമ്പ് അകത്ത് നിന്നാണ് എന്നെ പിടിച്ചൊക്കെ തള്ളി ഇപ്പുറത്തേക്ക് മാറ്റി. ഇവരുടെ ഈ കരവലയം ഭേദിച്ചപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. വലിയ സുരക്ഷ തന്നെയാണ് അവിടെ ക്യാമറയൊക്കെ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് റെയിൽവേ ട്രാക്കിന്. തീർച്ചയായും ഡോക്ടറിന്റെ ഫ്രെയിം വരുന്നതിന് മുമ്പ് ഞാൻ ആ വന്ദേ ഭാരതിന് അടുത്ത് നിന്നൊക്കെ ഒരു ഫ്രെയിം തരാൻ തയ്യാറായി നിന്നതാണ്. അവിടെ നിന്ന് നമ്മളെയൊക്കെ പിടിച്ചിപ്പുറത്തേക്ക് മാറ്റി. കുറേ മാധ്യമപ്രവർത്തകർ റെയിൽവേ ട്രാക്കിന് അപ്പുറത്തേക്കുമുണ്ട്. ഏതായാലും വലിയ സന്തോഷം പകരുന്ന വാർത്ത തന്നെയാണ്. അർജുൻ മട്ടന്നൂർ അകത്ത വിശേഷങ്ങളൊക്കെ പറയും. വന്ദേ ഭാരത് ട്രെയിൻ, നമുക്ക് ഇതിനു മുമ്പ് 2 വന്ദേ ഭാരതൊക്കെ നമ്മളതിലേക്ക് സഞ്ചരിച്ച ഇതിന്റെ യാത്രാ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചവരാണ്. എങ്കിൽ പോലും ബാംഗ്ലൂരിലേക്കുള്ള ഈ ദീർഘദൂര വന്ദേ ഭാരതിന്റെ സർവീസ് വലിയ രീതിയിൽ ഗുണകരമാകും മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തോട്ട് വരുന്നവർക്കും ഇനി ഒരു രാത്രി മുഴുവൻ ഇരുന്ന് അല്ലെങ്കിൽ കിടന്നു വരേണ്ടതില്ല. ഉച്ചയ്ക്ക് ഇവിടുന്ന് പുറപ്പെട്ടാൽ രാത്രിയാകുമ്പോൾ അവിടെ എത്തും. രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടാൽ ഉച്ചയാകുമ്പോൾ ഇവിടെ എത്തും. നമുക്കൊരു ഇന്റർസിറ്റി ഉണ്ട്, അതും നന്നായിട്ട് തന്നെയാണ് ഓടുന്നത്. രാവിലെ 9 മണിക്ക് ആണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി സമയം ലാഭിക്കാം വന്ദേ ഭാരതിന് നിലവിൽ 2 സ്റ്റോപ്പുകളാണുള്ളത്, അല്ലേ ലേബി? കേരളത്തിലുള്ളത് ഒന്ന് എറണാകുളം വിട്ടാൽ പിന്നെ തൃശ്ശൂർ, അത് വിട്ടാൽ പാലക്കാട്. തീർച്ചയായും ഡോക്ടർ അരുൺ, ഈ KSR ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ 5:10 പുറപ്പെടുന്ന വന്ദേ ഭാരത് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. സമയം നോക്കുക, 8 മണിക്കൂറും 40 മിനിറ്റും മാത്രമാണ് സർവീസ് സമയം. അതുപോലെ തന്നെ 2:20 എറണാകുളത്ത് നിന്ന് യാത്ര തിരിച്ചാൽ 11 മണിക്ക് ബാംഗ്ലൂരിൽ എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ടിക്കറ്റ് നിരക്കും ഓർക്കുക. ഇപ്പോൾ ചെയർക്കാരന് 1095 എക്സിക്യൂട്ടീവ് ചെയർക്കാരന് 2280 മാത്രമാണ് ടിക്കറ്റ് നിരക്ക്. ഇതും വലിയ ടിക്കറ്റ് നിരക്കെന്ന് പറയാൻ സാധിക്കില്ല. അവസാനിപ്പിക്കാൻ പറ്റും അല്ലേ? തീർച്ചയായും നമ്മൾ ബസ് തുടർച്ചയായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ. ഇത്തരം ദീർഘദൂര ബസ്സുകളുടെയൊക്കെ അവരുടെയൊക്കെ ഏകപക്ഷീയമായ നിലപാടുകൾ, യാത്രക്കാരുടെയൊന്നും പരാതികളൊന്നും കേൾക്കാതെ സർവീസ് നടത്തുന്ന ദീർഘദൂര ബസ്സുകാരുടെയൊക്കെ ആ ധാർഷ്ട്യത്തിനൊക്കെ പരിഹാരമാകും എന്ന് തന്നെ കരുതാം. ഏതായാലും ഇത് കൂടുതൽ വന്ദേ ഭാരതിന്റെ യാത്രാ വിവരങ്ങളൊന്ന് പങ്കുവയ്ക്കാം. പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ആശ്വാസത്തോടു കൂടിയാണെന്ന് എനിക്കറിയാം. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ബസ്സിൽ ഇങ്ങനെ ഇരുന്നുള്ള ദുരിതയാത്ര അവസാനിക്കും. 2,
ഈ അവധി ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള കൊള്ളയാണ് ഈ ബസ്സുകാർ വാങ്ങുന്നത്. അപ്പോൾ അത് അവസാനിപ്പിക്കാനും നമുക്ക് പറ്റും. ഇതാണ് ബസ്സിന്റെ തീവണ്ടിയുടെ സമയം. 5:10 ബംഗളൂരുവിൽ നിന്ന് എടുക്കുന്ന തീവണ്ടി 1:50 എറണാകുളം സൗത്തിൽ വന്ദേ ഭാരത് എത്തും. 2:20 എറണാകുളം സൗത്തിൽ നിന്ന് പുറപ്പെടും. രാത്രി 11 മണിക്കാണ് ബംഗളൂരുവിലേക്ക് എത്തുക. 2:20 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടാൽ അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂർ കഴിഞ്ഞാൽ ഉള്ള സ്റ്റോപ്പ് പാലക്കാട്. ഈ 2 സ്റ്റോപ്പുകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. അത് കഴിഞ്ഞാൽ കോയമ്പത്തൂർ, ഈറോഡ്, സേലം, അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂരേക്കാണ് നേരിട്ട് പോവുക. അപ്പോൾ വളരെ കുറച്ച് സ്റ്റോപ്പുകളേ ഉള്ളൂ. 640 കിലോമീറ്ററുകൾ 8 മണിക്കൂർ കൊണ്ട് താണ്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതൊക്കെ വലിയ സ്പീഡാണോ എന്ന് ചൈനയിലും ജപ്പാനിലും ഒക്കെ പോയിട്ടുള്ള ആളുകൾക്ക് സംശയമുണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതൊക്കെ വലിയ സ്പീഡാണ്. മണിക്കൂറുകളെടുത്ത് 10-12 മണിക്കൂറെടുത്താണല്ലോ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കൊക്കെ നമ്മൾ പോവുക. അപ്പോൾ ഒരു 8 മണിക്കൂറായിട്ട് യാത്ര കുറയുന്നു. 1:50 രാവിലെ 5:10 ബംഗളൂരുവിൽ നിന്ന് എടുക്കുന്ന വന്ദേ ഭാരത് 1:50 ഉച്ചയ്ക്ക് 1:50 എറണാകുളത്ത് എത്തിച്ചേരും. മട്ടന്നൂർ യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മന്ത്രി സുരേഷ് ഗോപി യാത്ര ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ വരെയാണോ മന്ത്രി യാത്ര ചെയ്യുക? മന്ത്രിയുടെ സ്വപ്നങ്ങളൊക്കെ കോയമ്പത്തൂർ വരെയുള്ളൊരു മെട്രോ ആണ്. തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അല്പസമയത്തിനകം തന്നെ എറണാകുളം യാത്ര പുറപ്പെടും. ഫ്ളാഗ് ഓഫ് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദ്യ യാത്രയിൽ പങ്കുചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലമായ തൃശ്ശൂർ വരെ യാത്രയിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ട്രെയിനിനകത്ത് കയറി ആദ്യം മാധ്യമങ്ങളോട് സംസാരിച്ചു. അതിനുശേഷം ഈ യാത്രക്കാരുമായി, അതായത് എല്ലാവരും ഈ ആദ്യ യാത്രയുടെ ഭാഗമായി പ്രത്യേകം ക്ഷണം സ്വീകരിച്ചു വന്ന ആളുകളാണ്. അത്തരത്തിൽ സുവനീർ യാത്രക്കാരാണ്. അവരുമായി സംസാരിക്കുകയാണ്. കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളടക്കം ഉണ്ട്. അവരുമായൊക്കെ തന്നെ സംസാരിക്കുകയാണ്. അത്തരത്തിൽ തൃശ്ശൂർ വരെയുള്ള സമയങ്ങളിൽ ഈ യാത്രക്കാരുമായി സംവദിക്കും എന്നാണ് കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവർണർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരൊക്കെ തന്നെ ഈ ഫ്ളാഗ് ഓഫ് ചടങ്ങിന് ഉണ്ട്. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ യാത്രക്കാർക്ക്, ബംഗളൂരുവിലേക്ക് പോകേണ്ട യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകുന്ന ഒരു സർവീസാണ് ഈ വന്ദേ ഭാരത് ട്രെയിൻ. അതായത് സാധാരണ അവധി ദിവസം കഴിഞ്ഞ് ഏതാണ്ട് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ടാൽ രാത്രി 11 മണിക്ക് ബംഗളൂരുവിൽ എത്താൻ പറ്റും. അതിനുശേഷം അടുത്ത ദിവസം ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും, അല്ലെങ്കിൽ കോളേജിലേക്ക് പോകാൻ കഴിയും. മാത്രം വലിയ ഉപകാരങ്ങളാണ് ഈ സമയക്രമത്തിലുള്ളത് എന്നാണ് പൊതുവെ യാത്രക്കാരൊക്കെ തന്നെ പ്രതികരിക്കുന്നത്. മാത്രവുമല്ല, രാവിലെ 5:10 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് 1:50 ഇവിടെ എത്തുകയും ചെയ്യും. അതായത് കൊച്ചിയിലേക്ക് എത്തുകയും ചെയ്യും. ആകെ 9 സ്റ്റോപ്പുകൾ മാത്രമാണുള്ളത്. 600-ലധികം യാത്രക്കാർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയും. ആകെ 8 കോച്ചുകളുണ്ട്. 600-ലധികം വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഈ സർവീസിനെ യാത്രക്കാരൊക്കെ തന്നെ സ്വീകരിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ കൊച്ചിയിൽ നിന്ന് മറ്റൊരു മെട്രോ നഗരത്തെ ബന്ധിപ്പിക്കുന്ന ഒരു സർവീസ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. 3 സംസ്ഥാനങ്ങളിലൂടെ, കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ട്രെയിൻ കടന്നുപോകുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. അത്തരത്തിൽ പരമാവധി വേഗത്തിൽ ഇത്തരത്തിൽ കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിൽ എത്താൻ കഴിയും. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ചും എത്താൻ കഴിയുമെന്ന പ്രത്യേകതയാണ് ഉള്ളത്. എന്തായാലും ഇതിന്റെ സർവീസ് ഔദ്യോഗികമായി ആരംഭിക്കുക, പ്രതിദിന സർവീസ് ആരംഭിക്കുക അടുത്തയാഴ്ചയായിരിക്കും. ഒരുപക്ഷെ 11-ാം തീയതിയോ 14-ാം തീയതിയോ യാത്ര ആരംഭിക്കുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. താങ്ക് യു അർജുൻ. നമ്മൾ അല്പസമയത്തിനുള്ളിൽ ഫ്ളാഗ് ഓഫിലേക്ക് മടങ്ങി വരാം. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കും. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം. അങ്ങനെയേറെ സന്തോഷമുള്ള ഒരു വാർത്താ ദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ട് വന്ദേ ഭാരത് കിട്ടിയിരിക്കുന്നു. 3ാമത്തെ വന്ദേ ഭാരതാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് നേരെ ബാംഗ്ലൂരിലേക്ക്, ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക്. കൊള്ളാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഏറെ വ്യക്തിപരമായ ഒരു സന്തോഷമുള്ള കാര്യം, ഇനി ഈ കുരുക്കുകളിൽ, ട്രാഫിക് കുരുക്കുകളിൽ കുടുങ്ങാതെ പാലക്കാട്ടേക്കൊക്കെ പോകാൻ വളരെ പെട്ടെന്ന് പറ്റുമല്ലോ. ഇവിടുന്ന് 2:20 കയറി കഴിഞ്ഞാൽ അവിടെ 4-4:30 ആകുമ്പോഴേക്ക് എത്തും. 2-2.25 മണിക്കൂർ കൊണ്ട് പാലക്കാട്ടേക്ക് എത്താൻ പറ്റും. തൃശ്ശൂരോട്ട് പോകുന്നവർക്കും ഒക്കെ വലിയ സൗകര്യമാണ്. കോയമ്പത്തൂർ പോകുന്നവർക്ക് വലിയ സൗകര്യമാണ്. വളരെ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും. ഇനി ബസ്സുകാരുടെ കൊള്ള നമ്മൾ ആശ്രയിക്കേണ്ടതില്ല.